ഇതാണ് നമ്മുടെ കൊച്ചി സ്റ്റൈലിൽ പിലോപ്പി തിളപ്പിച്ചത്. ഇതെങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പം ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ആദ്യം ഇത്തിരി ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ. ഞാനൊരു വെളുത്തുള്ളിയും കൂടി ഇടുന്നുണ്ട്. അതിലേക്ക് തന്നെ 2 ചെറിയ സവോളയും ഒരു പച്ചമുളകും കൂടി ഞാൻ അരിഞ്ഞിടുന്നു. സവോള പാടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. സവോള നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/2 സ്പൂൺ, ചെറിയ സ്പൂണിന് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. മൂത്ത് വരുമ്പോഴത്തേക്കും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാനിത് കാശ്മീരി മുളകാണ് ചേർക്കുന്നത്. എരിവിന് നമുക്ക് പച്ചമുളകും ചേർക്കുന്നുണ്ട്. ഇനി 1.5 സ്പൂൺ കാശ്മീരി മുളക്. ഇത്തിരി എണ്ണയുടെ കുറവുണ്ട്. എന്നിട്ടൊന്ന് മൂപ്പിക്കുക. മൂത്ത് പച്ച മണം പോകുമ്പോഴത്തേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന വലിയൊരു തക്കാളിയാണിത്, അത് ചേർക്കുക. തക്കാളി ഒന്ന് എണ്ണയിൽ തീ കുറച്ചിട്ടൊന്ന് വെന്ത് വരണേ. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഒരുപാട് വെള്ളം വേണ്ട. ഈ തിളപ്പിക്കുന്ന കറിക്ക് ചാറ് അധികം പാടില്ല കേട്ടോ. ഇതിൽ പൊതിഞ്ഞിരിക്കണം മീനിൽ. വേപ്പില ഇടാൻ മറന്നു പോയി. ഞാനിപ്പോൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണേ. നല്ലപോലെ തിളയ്ക്കണം. നല്ലപോലെ തിളക്കി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. ഈ കറിക്ക് ആവശ്യം, മീനിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം. ഉപ്പ് ഒരിത്തിരി മുന്നിട്ട് നിൽക്കണം ഈ കറിക്ക്. ഇനി തിളച്ച് വരട്ടെ. ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്ന് നമ്മുടെ തക്കാളിയൊക്കെ ഒരുവിധം വെന്ത് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വേണ്ട ഉപ്പ് നോക്കണം. ഉപ്പും പുളിയും തക്കാളിയുടെ പുളി ഉണ്ടാവുള്ളേ. ഉപ്പുണ്ട്, നന്നായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന മീൻ, ഇന്ന് എനിക്ക് പിലോപ്പിയാണ് കിട്ടിയേക്കുന്നത്, അത് ഞാൻ ഇടുകയാണേ. ഈ കറി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല നെയ്യുള്ള മീൻ വേണം. നെയ്യുള്ള മീൻ അല്ലെങ്കിൽ വെക്കരുത്. ഇങ്ങനെ നല്ല നെയ്മീൻ കിട്ടുവാണെങ്കിൽ ഇത് വെക്കണം. ആദ്യമൊക്കെ പണ്ട് ഇവിടെ കരിമീൻ ചാളയൊക്കെ ആയിരുന്നു വെക്കുന്നത്. ഇപ്പം കരിമീനിൻ്റെ കുറവ് മാറി ഇപ്പം പിലോപ്പിയാണ് കൂടുതലും. പിന്നെ നെയ്യുള്ളത്, നെയ്യ് കളയരുത്. ഈ നെയ്യ് ഇട്ട് വേണം നമ്മളിത് വേവിക്കാനായിട്ട്. ഞാൻ കുട്ടനാടിൽ നിന്ന് എന്നെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവരുമ്പം ആദ്യമൊക്കെ ഈ കറി ഞാൻ തൊടുമില്ലായിരുന്നു. ഞങ്ങൾക്ക് കുട്ടനാടുകാർക്ക് എപ്പോഴും നല്ല പുളിയുള്ള കറിയാണല്ലോ ഇഷ്ടം. മീനൊക്കെ നല്ല കുടംപുളി ഇട്ട് പറ്റിച്ച് കഴിച്ചാൽ എനിക്ക് ഇവിടെ വന്നിട്ട് പുളിയില്ലാത്ത മീനെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ശ്രദ്ധിക്കാൻ എന്നെ പോലെ എന്നെ തൊടുമില്ലായിരുന്നു ഈ മീൻ. കുറേ കഴിഞ്ഞ് ഇവിടുത്തെ അമ്മച്ചി എപ്പോഴും ഇതേ വെക്കുകയുള്ളൂ. കുറച്ച് കഴിഞ്ഞ് കൂട്ടിക്കൂട്ടി വന്നപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലായത്. അയ്യോ എന്ത് രസമാണെന്നറിയാം ഇങ്ങനെ നല്ല നെയ്യുള്ള മീനൊന്ന് വെച്ച്. അതുപോലെ ചാളയൊക്കെ വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ. നല്ല മീൻ കിട്ടും. നെയ്യുള്ള സമയത്തുള്ള ചാളയൊക്കെ മേടിച്ച് ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കണം നമ്മൾ. ഇനി ഈ മീനോട് കിടന്നൊന്ന് വേകട്ടെ. കണ്ടോ, കറി നല്ല തിളച്ച് ഇത്രയും മതി കേട്ടോ. ഇത് കൂടുതൽ ചാറ് പാടില്ല. ഇനി നമ്മൾ കറി വാങ്ങാൻ പോവാണ്. ഇതിനകത്തോട്ട് ലാസ്റ്റ് ഒരു ഇത്തിരി കുരുമുളക് പൊടി, അതിന് കണക്കൊന്നുമില്ല, ചെറിയ സ്പൂണ്. പിന്നെ ഇത്തിരി വലിയ മീനായതുകൊണ്ട് ഒരു ചെറിയ സ്പൂണിന് വിനാഗിരിയും കൂടി ഒഴിക്കുന്നുണ്ട്. ചെറിയ സ്പൂണിൻ്റെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞ് സ്പൂണിലെടുത്തിട്ട് ഞാൻ ഒഴിക്കുകയാണ്. ഇത് നല്ല വലിയ മീനായതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് തക്കാളിയുടെ പുളി മതി. പക്ഷെ ഇങ്ങനെയാണ് ചിലരവർക്ക് വിനാഗിരി ഇടുന്നത് കൊള്ളുകയില്ലെന്നൊക്കെ പറയും. പക്ഷേ ഇങ്ങനെ ഒന്ന് വെച്ച് കഴിച്ച് നോക്ക്. ഇതാണ് ഞങ്ങളുടെ കൊച്ചിക്കാരുടെ മീൻ തിളപ്പിച്ചത്.